അനുദിനം തിരക്കേറിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ് ഇരിട്ടി. നിരവധി വ്യാപാര സ്ഥാപനങ്ങളുള്ള, കച്ചവട സ്ഥാപനങ്ങളുള്ള നഗരം. തിരക്കേറിയ നഗരമാണ്. പല മേഖലകളിൽ നിന്നും, മലയോര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരം എന്നുള്ള നിലയിൽ പല പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ വ്യാപാര വാണിജ്യ ആവശ്യങ്ങൾക്കായി ആശ്രയിക്കുന്ന, അതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി വരാൻ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ഇരിട്ടി. എന്നാൽ ഇരിട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു പൊതു മാർക്കറ്റ് സംവിധാനം ഇരിട്ടി നഗരത്തെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളതാണ്. ഓരോ മേഖലയിലും, ഓരോ ചെറിയ പ്രദേശത്തും, ഓരോ മുക്കിലും മൂലയിലും ഓരോരോ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. പക്ഷേ ഒരു പൊതു മാർക്കറ്റ് സംവിധാനം എന്നുള്ള ഒരു ഇടപെടൽ, ആ തരത്തിലുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇരിട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നിലനിൽക്കുന്നത്. മത്സ്യ മാർക്കറ്റിൻ്റെ പൊതു സംവിധാനമില്ല. അതുപോലെ തന്നെ ഇറച്ചി, മാംസ വ്യാപാരത്തിനാവശ്യമായിട്ടുള്ള ഒരു പൊതു സംവിധാനമില്ല. ഇതാണ് ഇരിട്ടി നഗരം ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം. എന്നാൽ എല്ലാ തരത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങളും ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന നഗരമാണ്. പക്ഷേ മറ്റ് നഗരസഭകളിലും അതുപോലെ തന്നെ കോർപ്പറേഷൻ ആസ്ഥാനങ്ങളിലുമെല്ലാം പൊതു മാർക്കറ്റ് സംവിധാനം എന്നുള്ള ഒരു ഇടപെടൽ, അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഇരിട്ടിയെ സംബന്ധിച്ച് അത് ഇതുവരെ പ്രാവർത്തികമാക്കാനായിട്ടില്ല എന്നുള്ളതാണ് ഒരു പോരായ്മയായി നിൽക്കുന്നത്. പ്രത്യേകിച്ചും ഓരോ ദിവസവും തിരക്കേറിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരം, ആളുകളെല്ലാം കൂടുതലായി ആശ്രയിക്കുന്ന ഒരു നഗരം, പലവിധ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി, അവരുടെ വ്യാപാര ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ആശ്രയിക്കുന്ന ഒരു നഗരം എന്നുള്ള നിലയിൽ കേന്ദ്രീകരിച്ച ഒരു മാർക്കറ്റ് സംവിധാനം, അതുപോലെ തന്നെ മാംസ മാർക്കറ്റ് സംവിധാനം, അത് അത്യന്താപേക്ഷിതമായി മാറിയിരിക്കുകയാണ് ഇരിട്ടിയെ സംബന്ധിച്ചിടത്തോളം. ജില്ലയിലെ ഒട്ടുമിക്ക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കീഴിൽ പ്രധാന ടൗണുകളെ കേന്ദ്രീകരിച്ച് പൊതു മാർക്കറ്റ് സംവിധാനം നിലവിലുണ്ട്. ജനങ്ങൾക്ക് സാധനങ്ങൾ ലഭ്യമാക്കാൻ സൗകര്യപ്രദമായ ഒരു കേന്ദ്രീകൃത സംവിധാനം എന്നതിനോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അതൊരു തനതു വരുമാന മാർഗവുമാണ്. ഇരിട്ടി മലയോര മേഖലയിലെ ഒരു പ്രധാന നഗരസഭയാണെങ്കിലും പൊതുമാർക്കറ്റ് എന്ന സംവിധാനം ഇരിട്ടിയിൽ യാഥാർത്ഥ്യമാക്കാൻ അതത് കാലത്തെ ഭരണസമിതികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മുൻപ് പ്രാരംഭ നടപടികൾക്ക് തുടക്കം കുറിച്ചെങ്കിലും അധികം പുരോഗതിയുണ്ടായിട്ടില്ല. നിത്യേന തിരക്കേറുന്ന നഗരമായി ഇരിട്ടി മാറിയെങ്കിലും ഏതാണ്ട് നഗരം മുഴുവൻ പരന്നുകിടക്കുന്ന വ്യാപാര വിപണന കേന്ദ്രമാണ് നിലവിലുള്ളത്. അതൊരു യാഥാർത്ഥ്യമാണെങ്കിലും പൊതു മാർക്കറ്റ് എന്ന സംവിധാനം വരുമ്പോൾ ജനങ്ങൾക്ക് ഏറെ സൗകര്യമുണ്ട്. കാർഷികോൽപ്പന്നങ്ങളുടെ പ്രാദേശിക വിപണനം, മാംസ വിപണികളുടെ കേന്ദ്രീകൃത സംവിധാനം, പലവ്യഞ്ജനങ്ങളുടെയും മറ്റു നിത്യോപയോഗ സാധനങ്ങളുടെയും വിൽപ്പനശാലകൾ, ഇതെല്ലാം ഒത്തുവരുമ്പോൾ ഉപഭോക്താക്കൾക്ക് ഏറെ സൗകര്യപ്രദം. ഇങ്ങനെ ഒരുക്കുന്ന മാർക്കറ്റിൽ ഷെഡുകൾ, മാലിന്യ നിർമ്മാർജ്ജന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കഴിയും. ഒപ്പം മാർക്കറ്റ് ഫീസ്, ലേലം എന്നിവയിലൂടെ നഗരസഭയ്ക്ക് തനതു വരുമാനവും വർദ്ധിപ്പിക്കാം. പക്ഷേ ഇരിട്ടിയെ സംബന്ധിച്ച് ഇത്തരമൊരു ആലോചന കാര്യക്ഷമമായി നടക്കുകയോ അതിൽ പുരോഗതി ഉണ്ടാക്കാനോ കഴിയാത്തത് ഭരണസമിതിയുടെയും അധികൃതരുടെയും പോരായ്മയായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഏജന്റ് ന്യൂസ്, ഇരിട്ടി.